പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസിക് സെറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. മെയിൻലി നമ്മൾ 5 ടൈപ്പ് സെറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ സെറ്റ് ഓപ്പറേഷനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ക്യാപിറ്റൽ യു ആണ് നമ്മൾ യൂണിയൻ്റെ സിമ്പലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിയൻ എന്താണെന്ന് നോക്കാം. ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. സെറ്റ് 1, 2, 3 അങ്ങനെ 3 എലമെൻസ് ആണ് എയിലുള്ളത്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്. സെറ്റ് 3, 4, 5 അങ്ങനെ 3 എലമെൻസ് ആണ് ബിയിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റിൻ്റെയും എ യൂണിയൻ ബി നമുക്ക് കണ്ടുപിടിക്കണം. യൂണിയൻ എന്ന് പറയുന്നത് എന്ത് സെറ്റായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ എലമെൻറ്റ്സ് ഫ്രം ബോത്ത് എ ആൻഡ് ബി. അതായത് എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻറ്റിനെയും നമ്മൾ എന്ത് പറയും? എ യൂണിയൻ ബിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? നമുക്ക് എയിലുള്ള എല്ലാ എലമെൻറ്റ്സ് 1, 2, 3, ബിയിലുള്ള എലമെൻറ്റ്സ് 3, 4, 5. ഈ 3, 4, 5 ഞാൻ എഴുതി. അപ്പോൾ നോക്കി നോക്കൂ, വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഈ രണ്ട് എയിലും ബിയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 3നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് 2 വട്ടം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഒറ്റ വട്ടം ഞാൻ എഴുതിയാൽ മതി. അപ്പോൾ വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3, ബിയിലുള്ള എലമെൻറ്റ്സ് 3 ഉണ്ട്. ആ 3നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള എലമെൻറ്റ് ഏതൊക്കെയാണ്? 4ഉം 5ഉം മാത്രം ഞാൻ എടുത്തെഴുതുന്നു. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷൻ്റെ സിമ്പലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളം അക്ഷരമാലയിലെ റാ എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻ്റർസെക്ഷൻ എന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, ബി എന്ന് പറയുന്ന സെറ്റ് 3, 4, 5. അപ്പോൾ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റിൽ ഏത് വരും? നോക്കി നോക്കൂ, ഡെഫിനേഷൻ പ്രകാരം the intersection of two sets A and B consists of elements that are present in both A and B. അതായത് എന്താ അതിൻ്റെ അർത്ഥം? എയിലും ബിയിലും വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടായിരിക്കുക. ഈ എയിലും ബിയിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒറ്റ എലമെൻറ്റേ നമുക്കുള്ളൂ. ഏതാണ്? 3 എന്ന് പറഞ്ഞ എലമെൻറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എന്താണ് വരിക? സെറ്റ് 3 അത് മാത്രമാണ് വരിക. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും ഇൻ്റർസെക്ഷനകത്ത് വരിക. എല്ലാ എലമെൻറ്റിനെയും കൂട്ടിയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ എഴുതുന്നതാണ് എന്ത് സെറ്റിൽ വരിക? യൂണിയൻ എന്ന് പറഞ്ഞ സെറ്റ് ഓപ്പറേഷനകത്ത് വരിക. അപ്പോൾ യൂണിയനും ഇൻ്റർസെക്ഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓപ്പറേഷനാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസിൻ്റെ സിമ്പലാണ് ഒരു കുഞ്ഞ് ഹൈഫൺ അല്ലെങ്കിൽ സ്ലാഷ് പോലത്തെ ഒരു സിമ്പലാണ് നമ്മൾ ഡിഫറൻസിനെ യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3, ബി എന്ന് പറയുന്ന സെറ്റ് 3, 4, 5. ഇപ്പോൾ എ ഡിഫറൻസ് ബി എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെയാണ് എലമെൻറ്റ്സ് ഉണ്ടാവുക? ദാറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അതായത് എ ഡിഫറൻസ് ബിയിൽ എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരിക്കും. പക്ഷെ ആ എലമെൻറ്റ്സിന് പ്രത്യേകത എന്താ? എയിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും, പക്ഷെ ബിയിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നോക്കി നോക്കൂ, എയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 1, 2. ബിയിൽ എന്തുണ്ട്? 3 ഉണ്ട്. 3 രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമ്മൾ 3നെ ഒഴിവാക്കുന്നു. അപ്പോൾ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് സെറ്റ് 1, 2 ആയിരിക്കും. ബി ഡിഫറൻസ് എ എന്ന് പറയുന്നത് സെറ്റ് 4, 5 ആയിരിക്കും. അതായത് ബിയിൽ ഏതുണ്ട്? 4ഉം ഉണ്ട് 5ഉം ഉണ്ട്. അതായത് ബിയിലുണ്ട് എന്നാൽ എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ്. എയിൽ ഉള്ളത് ഏതാണ്? 3 എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. ആ 3 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അപ്പോൾ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2 ആയിരിക്കും. ബി ഡിഫറൻസ് എ എന്ന് പറയുന്നത് സെറ്റ് 4, 5 ആയിരിക്കും. 3 എന്ന് പറഞ്ഞ എലമെൻറ്റ് രണ്ടിലും കോമൺ ആയത് ആ എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സെറ്റിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാകും രണ്ട് സെറ്റുകൾ എയും ബിയും ഉണ്ടെങ്കിൽ എ ഡിഫറൻസ് ബിയും ബി ഡിഫറൻസ് എയും ഒരിക്കലും സെയിം ആയിരിക്കുകയില്ല. നമുക്ക് ഒരിക്കലും ഈക്വൽ സെറ്റ് ഇതിൽ നിന്ന് കിട്ടുകയില്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് എയിൽ ഉണ്ടായിരിക്കണം എന്നാൽ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത്. ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാലോ എലമെൻറ്റ്സ് ബിയിൽ ഉണ്ടായിരിക്കണം എന്നാൽ എയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എ ഡിഫറൻസ് ബിയും ബി ഡിഫറൻസ് എയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടും ഒരിക്കലും കോമൺ ആയിരിക്കുകയില്ല. അതായത് രണ്ടും ഈക്വൽ സെറ്റ് ആയിരിക്കുകയില്ല. അത് നിങ്ങൾ ഓർത്തു വെക്കണം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓപ്പറേഷനാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്റ് സിമ്പൽ എന്ന് പറയുന്നത് ഇത് കണ്ടോ? വേവ് ഡാഷ് അല്ലെങ്കിൽ ടിൽഡ്
ഇങ്ങനൊരു സിമ്പിൾ യൂസ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ എ ഡാഷ്. ഇങ്ങനെ രണ്ട് സിമ്പിളാണ് നമ്മൾ കോംപ്ലിമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണ് കോംപ്ലിമെൻറ്റ് എന്ന് നോക്കാം. ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ എലമെൻറ്റ്സ് എന്താവണം, ഉണ്ടായിരിക്കണം, എന്നാൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. യൂണിയനകത്ത് എന്തുണ്ട്, അല്ല യൂണിവേഴ്സൽ സെറ്റാണിത് യു എന്ന് പറയുന്നത്. ആ സെറ്റിൽ എന്തുണ്ട്, 1 2 3 4 5 6 അങ്ങനെ 1 തൊട്ട് 6 വരെയുള്ള എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റ് ക്യാപിറ്റൽ യുവിൽ ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടാകും. ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് 1 2 3 ഈ 3 എലമെൻറ്റ്സാണ്. അപ്പോൾ എ ഡാഷ്, അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ സെറ്റിൽ എന്തുണ്ടാകാം, യുവിൽ ഉള്ള എലമെൻറ്റ്സ് ആയിരിക്കണം, എന്നാൽ എയിൽ ഉണ്ടാകാനും പാടില്ല. അതായത് എന്താ, എയിലുള്ള എലമെൻറ്റ്സ് ഏതാ, 1 2 3 ഈ 3 എലമെൻറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. യൂണിയൻ, അതായത് യൂണിയൻ അല്ല, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഞാൻ ഒഴിവാക്കണം. അപ്പോൾ യു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഈ എയിലുള്ള എലമെൻറ്റ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ ഡാഷ്, അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 4 5 6 ആയിരിക്കും. അപ്പോൾ 3 എലമെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് മനസ്സിലായെന്ന് വിചാരിച്ചു. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, എന്നാൽ എ എന്ന് പറയുന്ന സെറ്റിൽ എന്ത് ഉണ്ടാവില്ല, ആ എലമെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല. അതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓപ്പറേഷനാണ് സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇത് കണ്ടോ, ഡെൽറ്റ എന്ന് പറഞ്ഞൊരു സിമ്പിൾ, അല്ലെങ്കിൽ ഇത് കണ്ടോ ഒരു സർക്കിൾ ഇട്ടിട്ട് പ്ലസ്, സർക്കിൾ ടു പ്ലസ്. ഇങ്ങനെ രണ്ട് സിമ്പിൾസ് ആണ് നമ്മൾ സിമ്മട്രിക് ഡിഫറൻസിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലും നിങ്ങൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള സിമ്പിൾ യൂസ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണ് സിമ്മട്രിക് ഡിഫറൻസ്. രണ്ട് സെറ്റുകൾ ഉണ്ടാകും, എയും ബിയും. അതിൻ്റെ സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ എ ഓർ ബി, അതായത് എയിലോ ബിയിലോ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ബട്ട് നോട്ട് ഇൻ ബോത്ത്, അതായത് രണ്ടിലും ഉണ്ടാകുന്ന എലമെൻറ്റ്സ് പാടില്ല. അപ്പോൾ നോക്കി നോക്കൂ, എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ സെറ്റ് 1 2 3, ബി എന്ന് പറഞ്ഞ സെറ്റിൽ സെറ്റ് 3 4 5. അതായത് എ സിമ്മട്രിക് ഡിഫറൻസ് ബി ഞാൻ കണ്ടുപിടിക്കുക. എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്തുണ്ടാവും, എ ഓർ ബി, എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ള എലമെൻറ്റ്സ് വേണം, കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഞാൻ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതായത് എയിലും ബിയിലും ഉള്ള എലമെൻറ്റ്സ് ഞാൻ ആദ്യം ലിസ്റ്റ് ചെയ്തു, അതായത് എ യൂണിയൻ ബി പോലെ ഞാൻ ലിസ്റ്റ് ചെയ്തു. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്, 3 അല്ലേ. 3നെ ഒഴിവാക്കിയിട്ട് എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻറ്റ്സിനെയും ലിസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, സിമ്മട്രിക് ഡിഫറൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 5 ടൈപ്പ് സെറ്റ് ഓപ്പറേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടുതലായിട്ട് ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുക. അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.